വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ, ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള ബൈത്തുർ റഹ്മ പദ്ധതി കൈമാറ്റ ചടങ്ങിന് വേണ്ടി പങ്കെടുക്കാനെത്തിയിട്ടുള്ള അതിന്റെ സംഘാടകർ, മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പ്രിയപ്പെടുന്ന ഉഷാർ മനുഷ്യരെ അടക്കമുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. 16ാം ലോകസഭയുടെ ചിത്രം പൂർണ്ണാർത്ഥത്തിൽ തെളിഞ്ഞൊരു ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഈ മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേവലം 2 അംഗങ്ങളിൽ മാത്രം പരിമിതമായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയിൽ നാളെയിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ രാഷ്ട്രീയ സംവിധാനമായിരിക്കുമെന്ന് കാലേക്കൂട്ടി പ്രവചനം നടത്തിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്പൂർണ്ണാർത്ഥത്തിൽ കഴിഞ്ഞ 30 വർഷം മുമ്പ് ബിജെപി എന്നുള്ള രാഷ്ട്രീയ രൂപം ഇന്ത്യ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് ബിജെപിയെ പോലുള്ള ഒരു മഹാ അപകടത്തിനെ കുറിച്ച് മുസ്ലിം ലീഗ് വിളിച്ചു പറഞ്ഞപ്പോഴും ഇന്ത്യയുടെ മഹിതമായിട്ടുള്ള ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്ഥായിയായ നിലനിൽപ്പിനുള്ള രാഷ്ട്രത്തിനെ സ്നേഹിക്കാനുള്ള രാഷ്ട്രീയമായ താൽപര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം എന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ പൂർത്തീകരിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉച്ചകെട്ടിയാകാവുന്ന രീതിയിലേക്ക് രാജ്യത്തെ ബിജെപി സംവിധാനത്തിനെ വളർത്തിയവർ ഇന്ത്യ രാജ്യത്തിനോട് മറുപടി പറയേണ്ട ഒരു ഘട്ടത്തിലാണ് രാജ്യം നിലനിൽക്കുന്നത്. മുസ്ലിം ലീഗ് വിളിച്ചു പറഞ്ഞിട്ടുള്ള ആശയം ബിജെപിയുടെ അധികാരാരോഹണത്തെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല സാധുത നോക്കി നിൽക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി രാഷ്ട്രമായിരുന്ന സാക്ഷാൽ അമേരിക്ക പോലും ലക്ഷക്കണക്കിന് ആളുകളുടെ നിർദാക്ഷിണ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങളുടെ സാമ്രാജ്യത്വ മേധാവിത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി കൊന്നൊടുക്കിയിട്ടുള്ള സാക്ഷാൽ അമേരിക്കൻ ഭരണ സംവിധാനം പോലും തങ്ങളുടെ രാജ്യത്തിന്റെ കൊലയാളികൾക്ക് പ്രവേശനമില്ലെന്നുള്ള നിലപാടിന്റെ ഭാഗമായി തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശനാനുമതി നിഷേധിച്ചിട്ടുള്ള നരേന്ദ്രമോദിയെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആനയിച്ചു കൊണ്ടുപോയവർ ഈ രാജ്യത്ത് മറുപടി പറയേണ്ടതുണ്ട്. ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അപകടകരമായ സൂചന എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം മുസൽമാൻ അധിവസിക്കുന്ന ആസാമിന്റെ മണ്ണിൽ നിന്ന് പോലും 40% മുസ്ലിങ്ങളുള്ള ആസാമിന്റെ മണ്ണിൽ നിന്ന് പോലും 14 ലോകസഭയിൽ 7 പ്രതിനിധികൾ ബിജെപി കടന്നുവന്നുവെങ്കിൽ അത് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ അപകടകരമായ ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഏതാണ് ആ സന്ദേശം? രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗം മുസ്ലിം ലീഗ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് മുസ്ലിം ലീഗ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ബോധനം നടത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സത്യം ഇന്നലെയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. ന്യൂനപക്ഷമേ, നീ സംഘടിക്കുന്നുവെങ്കിൽ, രാജ്യത്തെ ന്യൂനപക്ഷമേ, നീ ക്രിയാത്മകമായി രാഷ്ട്രബോധത്തിന്റെയും രാഷ്ട്രീയ സേവനത്തിന്റെയും മാതൃകയിൽ സംഘടിക്കുന്നുവെങ്കിൽ നിന്റെ രാഷ്ട്രീയ സുരക്ഷിതത്വവും നിന്റെ സ്ഥായിയായ സുരക്ഷിതത്വം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മഹിതമായ സംസ്കാരത്തിന്റെയും ഈ രാജ്യത്തിന്റെ പോലും സുരക്ഷിതത്തിന് കാരണമായി തീരുമെന്നുള്ള മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സന്ദേശം ആസാം നമ്മോട് വിളിച്ചു പറയുന്നു. ആസാമിന്റെ മണ്ണിൽ നിന്ന് പോലും മുസ്ലിം ന്യൂനപക്ഷ ജില്ലകളിൽ നിന്ന് പോലും സാക്ഷാൽ ബിജെപി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരമായി 3ാം മുന്നണി എന്നുള്ള രാഷ്ട്രീയമായി സ്ഥായിയായ സംവിധാനമില്ലാതെ പോയൊരു സംവിധാനത്തെ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കാമെന്ന് വിചാരിച്ചവർ ഇതിന് മറുപടി പറയണം. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരാ, ബംഗാളിന്റെ മണ്ണിൽ നിന്റെ രാഷ്ട്രീയ ഭൂമികയുടെ തറവാട്ട് മുറ്റത്ത് നീ അടിമറിയപ്പോ നീയായിരുന്നുവോ രാജ്യത്ത് 16ാം ലോകസഭയുടെ മുമ്പേ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തമാണെന്ന് വിളിച്ചു പറഞ്ഞവർ നീയായിരുന്നുവോ? മുസ്ലിം ലീഗിനേക്കാൾ കുറഞ്ഞ അംഗപരിമിതിയിലേക്ക് ചുരുങ്ങിപ്പോയ CPI ആയിരുന്നുവോ രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞവർ? എങ്കിൽ CPI-കാരാ, നീ ഡൽഹിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള പത്രസമ്മേളനം ഉണ്ടാവല്ലോ, കൃത്യമായി മുസ്ലിം ലീഗ് പറയുന്നു, നീ രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ ആധികാരികം എന്ന് പറയാൻ 2 അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലുള്ള മുസ്ലിം ലീഗിനുണ്ട് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.
തൃശൂരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രത്തിൽ CPIയും ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ സമപ്പറമ്പിലെ കക്ഷികൾക്ക് സമാനമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമായിരുന്നു. മൂന്നാം മുന്നണികൾക്ക് നേതൃത്വം നൽകിയ കക്ഷികളെല്ലാം BJP അല്ലാത്ത രാഷ്ട്രീയത്തിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞ മായാവതി എവിടെ പോയി? പൂജ്യമായി, ശൂന്യമായി രാഷ്ട്രീയത്തിൽ നിലംപരിശോധനയിൽ പോയിട്ടുള്ള മായാവതി, തന്റെ രാഷ്ട്രീയ കോട്ടകൾ പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ പോയിട്ടുള്ള മുലായം സിംഗ് യാദവ്, കോൺഗ്രസുമായുള്ള സഖ്യത്തിന് വേണ്ടി വിവിധ തലങ്ങളിൽ മാറി മാറി വിലപേശിയിട്ടുള്ള ലാലു പ്രസാദ് യാദവ്, അജിത് സിംഗ് അടക്കമുള്ളവർ രാജ്യത്തിന്റെ മഹിതമായ ഒരു സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം തങ്ങളുടെ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാജ്യത്തിന്റെ സ്ഥായിയായ നിലനിൽപ്പിൽ അപകടപ്പെടുത്തുന്ന ഈ തീരുമാനമെടുത്ത കക്ഷികൾ ഇതിന് മറുപടി പറയണമെന്നുണ്ട്. മുസ്ലിം ലീഗ് ജനിച്ച ഒന്നാം ദിനം പറഞ്ഞത് ഈ നിമിഷവും ഈ വേദിയിലും ആവർത്തിച്ച് പറയുന്ന തരത്തിലേക്ക് മാന്യമായ രാഷ്ട്രീയ നിലപാടെടുത്തവരാണ്. കോൺഗ്രസ് അല്ലാതെ മറ്റൊരു മാർഗമല്ല. കോൺഗ്രസ് അല്ലാതെ മറ്റാരെങ്കിലും വരുന്നുവെങ്കിൽ അത് BJP ആയിരിക്കുമെന്നുള്ള മുസ്ലിം ലീഗിന്റെ ദൂർദർശനം. ഓരോ ആളുകൾ പുതിയ സംവിധാനങ്ങളുമായി വന്നു മുസ്ലിം ലീഗിനെ തകർക്കാൻ. ഇന്ത്യയുടെ പാർലമെന്റ് ചരിത്രം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവ് ഈ അഹമ്മദ് സാഹിബ് ചരിത്രത്തിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി മാറ്റി തിരുത്തിയിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചവരുണ്ട്, അഹമ്മദ് സാഹിബിനെ കൊണ്ട് കഴിയില്ല. നടക്കുമ്പം വേഗത പോരാണ്. കരാട്ടയും കുംഫുയും കായികാഭ്യാസവും പഠിച്ച SDPIക്കാരാ, നീ അറിഞ്ഞോ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഹമ്മദ് സാഹിബ് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര റെക്കോർഡോടുകൂടിയാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നു പോകുന്നത്. 2 ലക്ഷത്തിനടുത്ത ഭൂരിപക്ഷം. ചോദിക്കട്ടെ SDPIക്കാരാ, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് പകരമാകാൻ വന്നവരാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പോലും പിന്നിൽ രാഷ്ട്രീയമായി അധപതിക്കേണ്ട ഗതികളിലേക്ക് നിന്റെ രാഷ്ട്രീയമായ അവസ്ഥമായ നിലപാട് രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ കൊണ്ട് ചെന്നെത്തിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുസ്ലിം ലീഗിന് പകരമാകാൻ വന്ന മറ്റൊരു കൂട്ടരാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം, ജില്ലാ പഞ്ചായത്തിന് ഒരു ഡിവിഷനിൽ കിട്ടിയ ഭൂരിപക്ഷം പോലും എന്റെ വെൽഫെയർ പാർട്ടിക്കാരാ, നിന്റെ നേതാവിന് ലോകസഭയിൽ കിട്ടിയില്ല. ഞങ്ങളുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ച ഭൂരിപക്ഷം വോട്ടായി വാങ്ങാൻ പോലും ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. ഏതാണ് സത്യം? മലബാറിന്റെ ഏറനാടിന്റെ വെള്ളുവനാടിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും അറിയാതെ പോയിരുന്നവർ, രാഷ്ട്രീയ മീമാംസയുടെ ആഴങ്ങളിൽ പോയി പഠിക്കാൻ അവസരം ലഭിക്കാതെ പോയിരുന്നവർ, രാഷ്ട്രീയം കൊണ്ട് ലഭ്യമാകാവുന്ന അനന്തമായ അവസരങ്ങളെക്കുറിച്ച് കൃത്യമായി രാഷ്ട്രീയ പാഠശാലയിൽ പോയി പഠിക്കാതിരുന്നവർ, എന്നാലും ഏറനാടിന്റെയും വെള്ളുവനാടിന്റെയും ഈ ഗ്രാമീണരായ പൂർവ്വപിതാക്കന്മാരായിരുന്നു ഞങ്ങളുടെ പൂർവ്വസൂരികൾ. ഈ മണ്ണിൽ വിളവ് കൊയ്ത, ഈ മണ്ണിനവർ പാകപ്പെടുത്തി, ഈ മണ്ണിനെ അവർ വെള്ളം കൊടുത്ത്, ഈ മണ്ണിനവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയം 6.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പൂർവ്വപിതാക്കന്മാർ എങ്ങനെ ഈ മണ്ണിൽ വിട്ടുവിളച്ചുവോ അതിനേക്കാൾ ഉജ്ജ്വലമായി കൊണ്ടുപോവാൻ ആധുനിക വർത്തമാന കാലഘട്ടത്തിലെ സമൂഹം തയ്യാറായിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ വന്നു. ഈ മുസ്ലിം ലീഗിൽ അഹമ്മദ് സാഹിബിന് പ്രായം കൂടുതലുകളുണ്ട്, യുവാക്കളുടെ വോട്ട് കിട്ടില്ല എന്നായിരുന്നു മുമ്പുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിശകലനം. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ ഇന്ന് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളെല്ലാം പറയുന്നത് യുവാക്കളുടെ വോട്ട് മുസ്ലിം ലീഗിന് ലഭിച്ചുവെന്നാണ്. പുതുതായി വന്ന കന്നി വോട്ടർമാരുടെ വോട്ടുകളെല്ലാം മുസ്ലിം ലീഗിനും UDFിനും ലഭിച്ചുവെന്നാണ്. അഹമ്മദ് സാഹിബിന് ഭൂരിപക്ഷം കൂടുതൽ മാത്രമല്ല, രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയത്തിൽ വോട്ടുകൾ കൂടിയിട്ടാണ് ഭൂരിപക്ഷം കൂടിയത്. 9,000 ചില്ലറ 10,000-ഓളം വരുന്ന വോട്ടുകൾ കൂടിയിട്ടാണ്, ഭൂരിപക്ഷം കൂടിയിട്ടല്ല. എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, അഹമ്മദ് സാഹിബിന്റെ ചിഹ്നത്തിൽ SDPIക്കാരാ നിന്റെ സഹായം കൊണ്ടാണ് വിജയിച്ചത് എന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിന്റെ സഹായം കൊണ്ടാണ് അഹമ്മദ് സാഹിബ് പാർലമെന്റ് കണ്ടത് എന്ന് പറഞ്ഞു. നിന്റെ പട്ടിയിൽ നിനക്കുള്ളത് വന്നു, മറ്റവന്റെ പട്ടിയിൽ അവനുള്ളത് വന്നു. മുസ്ലിം ലീഗിന്റെ പട്ടിയിൽ ഐക്യ ജനാധിപത്യ
വന്നെനിക്കുന്നത് വന്നപ്പോഴാണ് നീ സഹായിച്ചു എന്ന് പറഞ്ഞ ഘട്ടത്തിനേക്കാൾ കൂടുതൽ ഐക്യജനാധിപത്യം നമുക്ക് വിടത്ത് ലഭിച്ചത് ഈ തെരഞ്ഞെടുപ്പിലാണ്. ഇന്നലെ നമ്മുടെ വിജയിച്ച നേതാക്കന്മാർ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രതിനിധി രാജ്യത്തിന്റെ പാർലമെന്റിൽ എണീറ്റ് നിന്ന് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട, ഗർജിക്കേണ്ട ഒരു അനിവാര്യമായ പാർലമെന്റ് സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യമുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നു, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നു. മുസ്ലിം പ്രതിനിധികളായ നേതാക്കന്മാരെല്ലാം സൽമാൻ ഖുർഷിദ് പരാജയപ്പെട്ടു, ഫാറൂഖ് അബ്ദുള്ള പരാജയപ്പെട്ടു, ഗുലാം നബി ആസാദ് പരാജയപ്പെട്ടു. ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം നാമധാരികളായി ക്യാബിനറ്റ് റാങ്കോടുകൂടി മിന്നിത്തോന്നിയിരുന്ന മന്ത്രിമാർ പോലും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷത്തോളം വരുന്ന വോട്ടുകളുടെ പരാജയം നേരിയപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ തവണ പ്രതിനിധീകരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിജയിച്ചു വന്ന, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വന്ന മുസ്ലിം രാഷ്ട്രീയ നേതാവിന്റെ പേര് ചോദിച്ചാൽ ഈ അഹമ്മദ് സാഹിബ് എന്ന മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണെന്നുള്ള ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി നമ്മൾ ഇതിൽ എഴുതി ചേർത്തു. ഫാറൂഖ് അബ്ദുള്ള പരാജയപ്പെട്ടപ്പോ, ഗുലാം നബി ആസാദ് പരാജയപ്പെട്ടപ്പോ, സൽമാൻ ഖുർഷിദ് പരാജയപ്പെട്ടപ്പോ, കോൺഗ്രസിന്റെയും മുലായം സിംഗിന്റെയും പ്രതിനിധികളെല്ലാം, മുസ്ലിം പ്രതിനിധികളെല്ലാം പരാജയപ്പെട്ടപ്പോ ഇന്നതിന്റെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ചുരുങ്ങിയ മുസ്ലിം പാർലമെന്റ് മെമ്പർമാർ ഈ പാർലമെന്റിലാണ്. 16ാം ലോക്സഭയിലാണ്. 26 അംഗങ്ങളുണ്ടായിരുന്ന മുസ്ലിം പാർലമെന്റ് മെമ്പർമാരുടെ സാന്നിധ്യം ശുഷ്കമായി 15നോടടുത്ത സംഖ്യയായി ചുരുക്കിയതിന്റെ പിന്നിൽ ഈ രാജ്യത്തെ മതേതരത്വ കക്ഷികളെന്ന് അവകാശപ്പെടുന്ന മൂന്നാമനിൽപ്പെട്ട കക്ഷികൾക്ക് പങ്കുണ്ട്. ഈ രാജ്യത്തെ കോൺഗ്രസിന് ബദലാകാൻ വന്നിട്ടുള്ള ഇടതുപക്ഷ കക്ഷികൾക്ക് പങ്കുണ്ട്. ഈ രാജ്യത്ത് ബിജെപിയെ പ്രത്യക്ഷമായും പരോക്ഷമായും രാഷ്ട്രീയമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത മുഴുവൻ കക്ഷികൾക്കും പങ്കുണ്ട് എന്നാണ് മുസ്ലിം ലീഗിനുള്ള അഭിപ്രായം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടിയിട്ടുള്ള വിജയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 പാർലമെന്റ് നിയമസഭയിൽ മുസ്ലിം ലീഗ് വിജയിച്ചപ്പോ ഇവർ പറഞ്ഞു താൽക്കാലികമായി സംഭവിച്ചതാണ്, സാങ്കേതികമായി വന്നിട്ടുള്ള താൽക്കാലികമായ വിജയമാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ നീ അറിഞ്ഞോ, കേവലം 1000-ൽ താഴെ വോട്ടിന് മാത്രം നിന്റെ രാഷ്ട്രീയ ഭൂമികയായ നിന്റെ പാർട്ടി ഗ്രാമം ഉൾക്കൊള്ളുന്ന കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് യൂത്ത് ലീഗിന്റെ നേതാവ് ഷാജി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന സാഹചര്യം മാറി 5000-ലധികം ഭൂരിപക്ഷത്തിന് UDFന്റെ കൈകളിലേക്ക് അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലെ കൊണ്ടുചെന്നെത്തിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം വളർന്നിരിക്കുകയാണ്. മലപ്പുറത്തെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും മുസ്ലിം ലീഗ് ചരിത്ര റെക്കോർഡ് ഭൂരിപക്ഷം. ഉബൈദ് സാഹിബ് കഴിഞ്ഞ നിയമസഭയിൽ നേടിയ ഭൂരിപക്ഷത്തിന് സമാനമാണ്. വേങ്ങരയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള അഹമ്മദ് സാഹിബിന്റെ വേങ്ങര മണ്ഡലത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം 42,000-ലധികം ഭൂരിപക്ഷം അഹമ്മദ് സാഹിബിന് വേങ്ങര നിയമസഭാ മണ്ഡലം. മലപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ ഉബൈദ് സാഹിബിന് ലഭിച്ച ഭൂരിപക്ഷത്തിനോടടുത്ത് അഹമ്മദ് സാഹിബിന് ഭൂരിപക്ഷമാണ്. ഉബൈദ് സാഹിബിന്റെ ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്ന കക്ഷികൾ അവന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി അവന്റെ വോട്ടുകൾ പ്രത്യേകമായി വീതിച്ചെടുത്തപ്പോ മുസ്ലിം ലീഗിനെയും പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഇസ്ലാം തങ്ങളുടെ നേതൃത്വം അംഗീകരിച്ചു ഹൈദർ ഇസ്ലാം തങ്ങളുടെ കീഴിൽ അണിനിൽക്കുകയും ചെയ്ത മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആത്മാർത്ഥമായി സത്യസന്ധമായി സ്നേഹിക്കുന്ന രാജ്യത്തെ യഥാർത്ഥ കോൺഗ്രസുകാരുടെയും വോട്ട് ചേർന്നപ്പോ രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് നമ്മുടെ മണ്ഡലം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും വരാനിരിക്കുന്ന പാർലമെന്റിൽ നിർവഹിക്കുന്ന ദൗത്യം ഇവിടെ CPI-കാരടക്കമുള്ളവർ കരുതിയിരുന്നു. UAPA-ക്കെതിരെ സമരം നടത്തിയവരാണ് നിങ്ങൾ. നരേന്ദ്രമോദിയുടെ കയ്യിൽ അധികാരമേൽപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ തെറിവിളിച്ചവരാണ് നിങ്ങൾ. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇല്ലാത്ത ആരോപണങ്ങൾ വിളിച്ചു പറഞ്ഞവരാണ് നിങ്ങൾ. UAPA പ്രകാരം 3000 ചില്ലറ ചെറുപ്പക്കാർ രാജ്യത്തെ ജയിലിൽ കിടന്നപ്പോ അതിനുവേണ്ടി ഉച്ചത്തിൽ ശബ്ദിച്ച മുസ്ലിം ലീഗ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഏതേത് ബില്ലുകളിൽ വെച്ച് ഹനിക്കപ്പെട്ടപ്പോഴും രാജ്യഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നുവെന്നുള്ള അധികാരബോധത്തിനേക്കാൾ തെരഞ്ഞെടുത്ത സാമാന്യ അടിസ്ഥാന ജനവിഭാഗത്തിനെ കുറിച്ച് ചിന്തിച്ച മുസ്ലിം ലീഗ് നരേന്ദ്രമോദി ഉൾക്കൊള്ളുന്ന ഭാവിയിൽ അവർ രൂപീകരിക്കാനിരിക്കുന്ന ന്യൂനപക്ഷ മന്ത്രാലയം പിരിച്ചുവിടുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം സൽമാൻ ഖുർഷിദിന്റെയും റഹ്മാൻ ഖാന്റെയും ആന്ദോളനയുടെയും നേതൃത്വം കോൺഗ്രസ് നൽകി
രാജ്യത്ത് രൂപീകരിച്ച മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് പിരിച്ചുവിടണം, പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിൽക്കുന്ന ആസാമിലെ മുസ്ലിം സഹോദരങ്ങളോട് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നരേന്ദ്രമോദി പരസ്യമായി പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ചതും പ്രസംഗിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത ബംഗാളിൽ നിന്നുള്ള മുസ്ലിങ്ങളോട് അതിർത്തി ഗ്രാമപ്രദേശം വിട്ടുപോകാനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഇവരെ ഞാൻ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചയാളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. എന്നാൽ മുസ്ലിം ലീഗ് മാത്രമല്ല, രാജ്യത്തിന് സ്നേഹിക്കുന്ന, സ്വാതന്ത്ര്യത്തിന് സ്നേഹിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിന്റെ അസ്തിത്വവും അഭിമാനവും ഉൾക്കൊള്ളുന്ന 100 കോടിയിലേറെ വരുന്ന ഭാരതീയൻ നരേന്ദ്രമോദിയുടെ വിക്കാലത്തിന് വകവെച്ചു കൊടുക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. വല്ലാത്ത ദയനീയ പരാജയമാണ്. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് വന്നുപെട്ടിട്ടുള്ള രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ, ബീഹാറിലെയും ഉത്തരാഖണ്ഡിലെയും പോലുള്ള സംസ്ഥാനങ്ങളിൽ, കാശ്മീർ അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ ജില്ലാ മണ്ഡലങ്ങളിൽ നിന്ന് പോലും ബിജെപിക്ക് പ്രതിനിധി വരുന്ന വല്ലാത്തൊരു അപകടം നമ്മുടെ രാജ്യം കണ്ടിരിക്കുകയാണ്. ആരാണ് ഈ ഉത്തരവാദി? കാശ്മീരിന്റെ മണ്ണിൽ നിന്ന് പോലും ബിജെപിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ആളുകൾ കടന്നു വന്നുവെങ്കിൽ ഇതിന് ഉത്തരവാദികൾ ആരാണ്? രാജ്യത്തിന്റെ മതേതരത്വ സംവിധാനത്തിന് തകർത്തവർ, രാജ്യത്തെ മതേതര കക്ഷികളുടെ ഏകോപനത്തിന് ഇല്ലാതാക്കിയവർ മറുപടി പറയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു. രാജ്യത്ത് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനിരിക്കുകയാണ്. ഗവൺമെന്റിന് നിലപാട് വന്നിട്ടില്ല, ഗവൺമെന്റിന് തീരുമാനം വന്നിട്ടില്ല, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകളും പോളിസികളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളോടൊപ്പം വല്ലാത്തൊരു ഭീതിജനകമായ സാഹചര്യത്തിൽ ചിന്തിക്കുകയാണ്. നരേന്ദ്രമോദിയെങ്ങാനും ബിജെപി ഉൾക്കൊള്ളുന്ന നേതൃത്വമെങ്ങാനും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏതെങ്കിലും ഒരു അവകാശ കേന്ദ്രങ്ങളിൽ, ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൈവെക്കുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ എണീറ്റ് നിന്ന് അതിനെതിരെ ഗർജിക്കുക ഇന്ത്യയിലെ മുസ്ലിം ലീഗായിരിക്കും. അത് കാലം സാക്ഷിയാണ്, അത് ചരിത്രം സാക്ഷിയാണ്. ഇതുപോലെ വെല്ലുവിളി പോലെ വല്ലാതിരുന്ന ഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതാണ് നമ്മൾ. അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ 10 കൊല്ലം ഇന്ത്യയുടെ മന്ത്രിയായിരുന്നപ്പോഴും ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണെന്ന് പറയാൻ അധികാരം നമ്മൾ പിന്നോട്ട് വലിച്ചതില്ല. അഹമ്മദ് സാഹിബ് മന്ത്രിയായിരുന്നപ്പോഴും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗ് വർജിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ബിജെപി എന്നുള്ള അപകട രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുമ്പോഴും ഏറെ ദൗത്യത്തോടുകൂടി ഉത്തരവാദിത്വത്തോട് കാര്യം നിർവഹിക്കാനുള്ളവരാണ് നമ്മളെന്നുള്ള ബോധം നമ്മുടെ നേതാക്കന്മാർ ഇവിടെ പത്രക്കാരോട് പങ്കുവെക്കുകയുണ്ടായി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് വരുന്ന ഏത് നീക്കങ്ങളെയും ഞങ്ങൾ പഠിക്കും, പരിശോധിക്കും, പ്രതിരോധിക്കുമെന്നുള്ള മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ളവരുടെ പത്രക്കാരോടുള്ള പ്രഖ്യാപനം രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുകയാണ്. ഏതായാലും 16ാം ലോകസഭയിൽ കോൺഗ്രസിനടക്കമുള്ള മതേതര കക്ഷികൾക്ക് വന്നിട്ടുള്ള ഈ ദയനീയമായ രാഷ്ട്രീയ പരാജയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തീരെ ശുഭകരമല്ല. എങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള 80ഓളം വരുന്ന നിയമസഭാ സീറ്റുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾക്കൊള്ളുന്ന സഹോദര കക്ഷികളും ഉൾക്കൊള്ളുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേടിയിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള രാഷ്ട്രീയ വിജയം മാസങ്ങളെണ്ണി, ദിവസങ്ങളെണ്ണി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് മണിക്കൂറുകൾ ഡെഡ്ലൈൻ കൊടുത്തവർക്ക്, അവസാന തീയതി കൊടുത്തവർക്ക് ഉള്ള മറുപടിയാണ്. കേവലം 2.5 വർഷം 3 വർഷം മാത്രമല്ല, കേരളത്തിന്റെ അധികാര തുടർച്ചയ്ക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷിയാകുമെന്നുള്ളതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്. 80 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, UDF സംവിധാനം തെരഞ്ഞെടുപ്പിൽ മികവ് കാണിച്ചുവെങ്കിൽ 2.5-3 വർഷം കൊണ്ട് ശ്രീമാൻ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അടക്കമുള്ള സാധാരണക്കാരൻ ഉൾക്കൊണ്ടുവന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മോട് വിളിച്ചു പറയുകയാണ്. ഞാൻ ബന്ധിപ്പിക്കുന്നില്ല, ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റും ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട നൗഷാദ് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. എല്ലാവിധ നമ്മുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ നേതൃത്വത്തിൽ ഇവിടെ നിർവഹിച്ചിട്ടുള്ള ഈ ദൗത്യം അതിന്റെ കൂടിയ റിസൾട്ടാണ്. മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോ 20 നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് വിജയിച്ചപ്പോൾ CPM ഔദ്യോഗികമായ
ഒരു വിലയിരുത്തൽ മാധ്യമങ്ങളെല്ലാം നൽകി. ഏതാണ്? കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടപ്പോഴും മുസ്ലിം ലീഗ് മലബാറിൽ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയുള്ള തെക്കൻ കേരളം, മധ്യ കേരളത്തിൽ പോലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി UDF-ന് ലഭിച്ചതിന്റെ പിന്നിൽ UDF-ന് ലഭിച്ചതാണ് കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ വരാനുള്ള കാരണം. അതിനടിസ്ഥാനമായി അവർ പറഞ്ഞത് മുസ്ലിം ലീഗ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്, മുസ്ലിം ലീഗ് നടത്തുന്ന വേറിട്ട സേവന പ്രവർത്തനങ്ങളാണ്. വീടില്ലാത്തവരെ വീട് നൽകാൻ കഴിയുമെന്ന് പഠിപ്പിച്ച രാഷ്ട്രീയം, ക്യാൻസർ രോഗിയെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് കഴിയുമെന്നുള്ള രാഷ്ട്രീയത്തിന് പുതിയൊരു നദ്യാനുഭവം സമ്മാനിച്ചത് നമ്മളാണ്. ക്യാൻസർ രോഗികളെ സഹായിക്കാൻ, കിഡ്നി രോഗികളെ സഹായിക്കാൻ, വീടില്ലാത്തവന് വീട് നൽകാൻ, വിദ്യാഭ്യാസ സംവിധാനമില്ലാത്തവരുടെ അത് സ്ഥാപിക്കാൻ, അതുപോലെ പിന്നോക്കത്തിൽ പിന്നോക്കമായ ചില വിഭാഗങ്ങളുടെ അവകാശം ലംഘിക്കപ്പെടുന്ന സമയങ്ങളിൽ ജാഗ്രതയായി ഉണർന്നു നിൽക്കൂ. രാഷ്ട്രീയത്തിനപ്പുറം മതേതര കാഴ്ചപ്പാടുകളോടുകൂടി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് എന്നുള്ള ശബ്ദം നൽകിയിട്ടുണ്ട് എന്നുള്ള മുസ്ലിം ലീഗിന്റെ തെളിയിക്കപ്പെട്ട കഴിവിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം അംഗീകരിച്ചതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലും വിശിഷ്ട മലബാറിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ പകുതിയോളം എത്തിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കോഴിക്കോട് അടക്കമുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ, വടകര അടക്കമുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ മത്സരത്തിന് അതിജീവിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കാണിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ഈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്ക്, നമ്മൾ ഈ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലെ വേറിട്ട മുഖം അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുവെന്നുള്ളതിന്റെ കൂടി പ്രഖ്യാപനമാണ്. ആ രീതിയിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ബൈത്തുർ റഹ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്നിവിടെ നടക്കുകയുണ്ടായി. മാതൃകാപരമായ സേവന തൽപരരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാർ, ഇതിന്റെ നേതാക്കന്മാർ മാനാപൂർവ്വം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കുള്ള കൂടി ഒരു ഫലമായിരുന്നു, അതിന്റെ കൂടി റിസൾട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനൊരു സംശയം ആർക്കും ഉണ്ടാവില്ല. നമുക്ക് മുട്ടിക്കുന്നില്ല. അഹമ്മദ് സാഹിബിനെ ഇന്ത്യൻ പാർലമെന്റിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തിച്ചെന്ന് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണെന്ന് രാജ്യത്തെ ഏത് ജനാധിപത്യ സംവിധാനത്തിന്റെ മുമ്പിലും പോയി പറയാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ നമ്മുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മുഴുവൻ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികൾ മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ നന്മയുടെ ഉടമകൾക്കും, നന്മയുടെ മനസ്സിന്റെ ഉടമകൾക്കും കൂടി അതിനുള്ള ഹൃദ്യമായ നന്ദി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.